PR വൈവ് സാറ് തങ്കബ്രദറിനോട് പ്രത്യേകമായ ഒരു അഭിഷേകത്തിൽ ഒരു ദൂത് അദ്ദേഹത്തോട് പറയാണ്. ഈ കൂടിവരവിനെ ഞാൻ ദൈവം കണ്ടിരിക്കുന്ന ഒരു കൂടിവരവ്, ഞാൻ അതിനെ വളർത്തും, അത് പട്ടണങ്ങൾക്ക്, രാജ്യങ്ങൾക്ക് അനുഗ്രഹമാക്കും. അതിപ്പോഴും എൻ്റെ മനസ്സിൽ അത് നിൽക്കുക. കോട്ടയത്ത് 2025 നടന്ന പ്രത്യാശ ഉത്സവം എന്ന യോഗത്തിൽ അദ്ദേഹത്തിൻ്റെ ശുശ്രൂഷ മനസ്സിലാക്കുവാനും അത് അനുഭവിക്കുവാനും കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നി, കേരളത്തിന് ദൈവം ദാനം ചെയ്ത ഒരു യൗവനക്കാരനാണല്ലോ തന്നെ ദൈവം ഈ നിലയിൽ വളരെ ശക്തമായിട്ട്, വളരെ അസാധാരണ നിലയിൽ ആത്മീയ ശുശ്രൂഷകൾ ചെയ്യുന്നത് കണ്ടപ്പോൾ എൻ്റെ മനസ്സിൽ വന്നത്, ഈ കൊച്ചനാണല്ലോ ചില വർഷങ്ങൾ മുമ്പ്, അല്ലെങ്കിൽ 10-25 കൊല്ലം മുമ്പ് എൻ്റെ അടുത്തിരുന്ന് വളരെ ലജ്ജയോടെ എന്ന് പറഞ്ഞാൽ ഒരു വാക്ക് എഴുന്നേറ്റ് പറയുവാൻ പോലും താല്പര്യമില്ലാതിരുന്ന വ്യക്തിയാണല്ലോ ഈ ശുശ്രൂഷ ചെയ്യുന്നതെന്ന് കണ്ടപ്പോൾ എനിക്ക് വലിയ സന്തോഷം തോന്നി. അദ്ദേഹത്തിൻ്റെ ശുശ്രൂഷ ഇന്ത്യ രാജ്യത്ത് തന്നെ ഒരു വലിയ അനുഗ്രഹത്തിന്, വലിയൊരു വിടുതലിന് ഇടയാകണം എന്നുള്ളതാണ് എൻ്റെ ആഗ്രഹം. ഞാൻ പറഞ്ഞില്ല, ഒരു പ്രത്യേക അഭിഷേകത്വമായിട്ട് ദൈവം അദ്ദേഹത്തെ നിറച്ചത്. അതായത് പൗലോസിനെ അല്ലെങ്കിൽ ശൗലിനെ പിടിച്ച പോലുള്ള ഒരു എൻകൗണ്ടർ ആയിരുന്നു അദ്ദേഹത്തിന്മേലുള്ള അഭിഷേകം. സ്വയത്തിൽ അദ്ദേഹം വിശ്വസിച്ചില്ല, ദൈവത്തിൽ മാത്രം വിശ്വസിച്ചു എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ വളർച്ചയുടെ ഒരു പ്രധാന ഘടകം. താമസിംഗ് ബ്രദർ വന്നപ്പോഴത്തേക്ക് പലരും സുവിശേഷ വേണ്ടിക്ക് തയ്യാറാൻ കൈവയ്ക്കാറുണ്ട്. പക്ഷേ ദൈവം പ്രവർത്തിച്ചത് ഈ വ്യക്തിയിലൂടെയാണ്. ഒരുപാട് പേര് അനുകരിക്കുന്നുണ്ടായിരിക്കും, പക്ഷേ യഥാർത്ഥത്തിൽ ഈ വ്യക്തിയാണ് നമുക്ക് വേണ്ടി അന്ത്യകാല ഉണർവിന് വേണ്ടി കോട്ടയത്ത് എഴുന്നേൽപ്പിച്ച വ്യക്തി തങ്കു ബ്രദർ തന്നെയാണെന്ന് ഞാൻ ഉറച്ച് വിശ്വസിക്കുന്നു. ഒരു വ്യക്തിയെ ദൈവം കണ്ടിട്ടുണ്ടെങ്കിൽ ആ വ്യക്തി ആ ദൈവത്തിൻ്റെ കരങ്ങളിൽ ഒരു ഇണങ്ങിയ ആയുധമായി നിർത്തിയാൽ ദൈവം അസാധാരണമായ മേഖലയിൽ കൂടി അദ്ദേഹത്തെ കൊണ്ടെത്തിക്കുമെന്നുള്ളതിൻ്റെ ഉത്തമ ഉദാഹരണമാണ് തങ്കു ബ്രദർ.